റിയൽമി നാർസോ 80X 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി നാർസോ 80X എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ റിയൽമി നാർസോ 80X 5Gയിൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 950 നിറ്റ്സ് ആയിരിക്കും. ഈ ഒരു ഫോണിന്റെ വില ഒരു 14,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വന്നേക്കാം. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കില്ല. ആവറേജ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഫോണിൽ IP6869 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മികച്ചൊരു IP റേറ്റിംഗ് വരും. പിന്നെ MIL STD 810H സർട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ ഈ ഫോണിന്റെ സൺലൈറ്റ് ഗോൾഡ് അതുപോലെ തന്നെ ഡീപ് ഓഷ്യൻ എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6400 എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇപ്പം 14,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസറൊന്നും ആയിരിക്കില്ല ഇത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പം അത്ര മികച്ചൊരു പ്രോസസ്സർ ഒന്നും വന്നോളണം എന്നില്ല, എന്നാലും തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്ന് പറയാം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. 5G സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. 9 5G ബാൻഡ്സ് വന്നേക്കാം. പിന്നെ ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ 6GB റാമും 128GB ഇന്റേണലും വരുന്നതായിരിക്കും. 8GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടൊക്കെ ഇതിൽ വന്നേക്കാം. അതായത് മെമ്മറി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു ഫോണിൽ സിംഗിൾ സ്പീക്കർ ആയിരിക്കും വരിക. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വന്നോളണം എന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ആൻഡ്രോയിഡ് 15 ബേസുള്ള റിയൽമി സോഫ്റ്റ്വെയർ ഇതിൽ വരുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരും. പിന്നെ 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും വരുന്നതായിരിക്കും. അപ്പം ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വന്നോളണം എന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. അപ്പം അത്ര മികച്ചൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വന്നോളണം എന്നില്ല. ബാറ്ററിയുടെ കാര്യത്തിൽ 6000 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരും. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നതായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ചാർജിങ് സ്പീഡാണ്. പിന്നെ Type C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം അടുത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ റിയൽമി P3X 5G എന്നൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്മാർട്ട് ഫോൺ ആ ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി P3X 5G എന്ന സ്മാർട്ട് ഫോൺ 14,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫോണും ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും റിയൽമിയുടെ നാർസോ 80X 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.